അവൻ അങ്ങനെ നിൽക്കുന്നതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു പെൺകുട്ടി ഇങ്ങനെ പോവുകയാണ്. എടാ നിർത്തിക്ക് നിർത്തിക്ക്. ആ, എടാ നീ പെൺകുട്ടി ആൺകുട്ടി പ്രവീൺ എന്നൊക്കെ പറയാതെ ആരെപ്പോലെ ഇരിക്കുമെന്ന് പറ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് ശരിയാ. ഒരാളെ ആ, പറ. ആൺകുട്ടി ഇപ്പം നമ്മുടെ ഈ ശങ്കരനെ പോലെയാണെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. ഏ ആ, പെൺകുട്ടിയാ? ആ, പെൺകുട്ടി വേണമെങ്കിൽ മരിയ പോലെയാണെന്ന് വിചാരിച്ചു. ആ. അങ്ങനെ നമ്മുടെ ഈ കഥാനായകൻ പ്രവീൺ ഒരു ദിവസം ആ റബ്ബർ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവൻ അങ്ങനെ നിൽക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അവൻ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ്റെ ഒപ്പം പോകുന്നത് കണ്ടു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ച് അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ അങ്ങനെ നോക്കി നിൽക്കും. അവൻ അവളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു ഫെയ്ഡ് ഔട്ടാണ്. എന്ന് വെച്ചാൽ സ്ക്രീനിലേക്ക് കറുപ്പ് വരും. ഈ കറുപ്പ് മാറിക്കഴിയുമ്പോൾ ഇന്നത്തെ കാലമാണ്.